രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും മോശം സീസണുകളിൽ ഒന്നായി ഈ പ്രാവശ്യത്തെ IPL മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 3 സീസണുകളിൽ ഓരോ പ്രാവശ്യവും ഫൈനലിലും പ്ലേ ഓഫിലും എത്തിയ ടീം കൂടിയാണിവർ. എന്നാൽ ഈ സീസണിൽ ആദ്യ 6-ൽ പോലും റോയൽസ് ഉണ്ടാവുമോ എന്നത് സംശയമായി നിലനിൽക്കുകയാണ്. മാത്രമല്ല പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ 9-ാം സ്ഥാനത്താണ് സഞ്ജു സാംസണും സംഘവും നിലനിൽക്കുന്നത്. ഈ പ്രാവശ്യം ഇനി ബാക്കിയുള്ള 5 മത്സരങ്ങളിൽ ജയിച്ചാലും റോയൽസിന് ഇനി പ്ലേ ഓഫ് കളിക്കാനുള്ള സാധ്യത വളരെയധികം കുറവുമാണ്. കഴിഞ്ഞ സീസണിന് ശേഷം എടുത്ത ചില മോശം തീരുമാനങ്ങളായിരുന്നു റോയൽസിന്റെ ഈ വീഴ്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണം. മെഗാലേലത്തിന് മുമ്പ് ചില പ്രധാന കളിക്കാരെ കൈവിട്ടത് ടീമിനെ ശക്തമായി ദുർബലപ്പെടുത്തി. ലേലത്തിൽ മികച്ച പകരക്കാരെ കൊണ്ടുവരാൻ റോയൽസ് മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടുമില്ല. ലേലത്തിന് മുമ്പ് നായകൻ സഞ്ജുവിന്റെ ചില ആവശ്യങ്ങൾ മാനേജ്മെന്റ് തള്ളിയതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങളും. ജോസ് ബട്ട്ലറെയും ചഹലിനെയും എല്ലാം ടീമിൽ നിലനിർത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കപ്പെട്ടില്ലെന്നാണ് നിലനിൽക്കുന്ന സൂചനകൾ. റോയൽസ് മാനേജ്മെന്റ് ഇക്കാര്യങ്ങൾ അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ സീസണിൽ ടീമിൽ ഇത്രയും വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമായിരുന്നില്ല എന്നതിലും ഒരു സംശയവുമില്ല. ഈ പ്രാവശ്യത്തെ പോലെ അടുത്ത സീസണിലും വലിയൊരു തിരിച്ചടി ടീമിൽ ഉണ്ടാവാതിരിക്കാൻ സഞ്ജു കൂടുതലും ശ്രദ്ധിക്കണം. റോയൽസിനെ പഴയ ശക്തമായ നിലയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി അടുത്ത സീസണിലെ മിനി താരലേലത്തിന് മുമ്പ് 3 ഡിമാൻഡുകൾ അദ്ദേഹം ടീമിന് മുന്നിൽ വെക്കുകയും വേണം. ഇവ അംഗീകരിക്കാൻ ടീം മാനേജ്മെന്റ് തയ്യാറായില്ലെങ്കിൽ റോയൽസ് വിടുകയായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും ബെസ്റ്റ് എന്നും പറയാൻ കഴിയും. സഞ്ജു ആവശ്യപ്പെടേണ്ട 3 കാര്യങ്ങൾ ഇവയാണ്. അടുത്ത വർഷത്തെ IPL സീസണിന് മുമ്പ് രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെന്റിനോട് സഞ്ജു സാംസൺ ആവശ്യപ്പെടേണ്ട കാര്യം 2-3 മികച്ച വിദേശ ബാറ്റർമാരെ ടീമിൽ എത്തിക്കുക എന്നതായിരിക്കും. ഈ സീസണിൽ റോയൽസിന്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മ മികച്ച വിദേശ ബാറ്റർമാർ ടീമിൽ ഇല്ലാത്തതാണെന്നതിലും സംശയമില്ല. ലേലത്തിൽ ഒരു വിദേശ ബാറ്ററെ പോലും റോയൽസ് വാങ്ങിയില്ലെന്നത് വലിയ അത്ഭുതവുമാണ്. സാധാരണയായി ഒരു ടീമും ലേലത്തിൽ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുന്നതല്ല. മികച്ച 3-4 വിദേശ ബാറ്റർമാരെങ്കിലും ഓരോ ഫ്രാഞ്ചൈസിയും വാങ്ങുക പതിവാണ്. ഈ സീസണിൽ റോയൽസ് ബാറ്റിംഗ് നിര ഇത്രമാത്രം മോശമായി പോകാനുള്ള പ്രധാന കാരണം അഗ്രസീവായ വിദേശ ബാറ്റർമാരുടെ അസാന്നിധ്യമാണെന്നും പറയാം. സഞ്ജുവിന്റെ ഈ ആവശ്യം ടീം മാനേജ്മെന്റ് നിർബന്ധമായും പരിഗണിക്കണം. രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റിന് മുന്നിൽ സഞ്ജു സാംസൺ വെക്കേണ്ട രണ്ടാമത്തെ ആവശ്യം എന്നത് മികച്ച 1-2 ഫിനിഷർമാരെ വേണമെന്നതാണ്. ഈ പ്രാവശ്യം ധ്രുവ് ജുറേൽ, ഷിംറോൺ ഹെഡ്മേയർ, ശുഭം ദുബൈ എന്നിവരായിരുന്നു ഫിനിഷിംഗ് റോളുകൾ നിർവഹിച്ചിരുന്നത്. എന്നാൽ ഇവരെല്ലാം തികഞ്ഞ പരാജയമായി മാറി. അനായാസം ജയിക്കേണ്ടിരുന്ന അവസാനത്തെ 3 മത്സരങ്ങളിലും റോയൽസ് അവിശ്വസനീയമായ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. അതിന് പിന്നിലെ പ്രധാന കാരണം കളി ജയിപ്പിക്കാൻ സാധിക്കുന്ന ഫിനിഷർ ഇല്ല എന്നതാണ്. സഞ്ജു സാംസൺ ആവശ്യപ്പെടേണ്ട 3ാമത്തെ കാര്യം മികച്ചൊരു ഇന്ത്യൻ പേസറേയും സ്പിന്നറേയും ടീമിൽ എത്തിക്കുക എന്നതാണ്. ബാറ്റിംഗിൽ മാത്രമല്ല മറിച്ച് ഈ പ്രാവശ്യം ബൗളിംഗിലും റോയൽസ് ടീം ദുർബലമായിട്ടാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ സീസണിന് ശേഷം ഒഴിവാക്കിയ ട്രെന്റ് ബോൾട്ട്, ചഹൽ, അശ്വിൻ എന്നിവരുടെ അഭാവം നികത്താൻ റോയൽസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല.